our topic is all chilled water system or all water system. അപ്പോൾ നമ്മൾ ഓൾ എയർ സിസ്റ്റം പഠിച്ചു. അതുപോലെ തന്നെയാണ് ഓൾ വാട്ടർ സിസ്റ്റം. ഓൾ എയർ സിസ്റ്റത്തിൽ നമ്മൾ എയറിനെ കണ്ടീഷൻ ചെയ്ത് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ റൂമിൻ്റെ ലോഡ് എന്താണോ ആ ലോഡ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നു. മീൻസ് ചിൽഡ് വാട്ടർ ആകാം, അതായത് തണുത്ത വെള്ളമാകാം, കോൾഡ് വാട്ടർ ആകാം, അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ആകാം. ഇപ്പം നമുക്ക് റൂം ഹീറ്റ് ചെയ്യണമെങ്കിൽ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യും, റൂം കൂൾ ചെയ്യണമെങ്കിൽ കോൾഡ് വാട്ടർ യൂസ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ വാട്ടർ റൂമിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് റൂമിൻ്റെ എന്താണോ ആ ലോഡ് റിക്വയർമെൻറ്റ്സ് അത് മീറ്റ് ചെയ്യുന്നു. ഇനി ഓൾ വാട്ടർ സിസ്റ്റം 2 ടൈപ്പ് ഉണ്ട്. 2 പൈപ്പ് സിസ്റ്റവും അതുപോലെ 4 പൈപ്പ് സിസ്റ്റവും. ഫസ്റ്റ് നമുക്ക് 2 പൈപ്പ് സിസ്റ്റം നോക്കാം. അതിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് സോൺ 1 ഉണ്ട്, സോൺ 2 ഉണ്ട്. ഇതാണ് മെയിൻ ഡക്റ്റ്. ആ മെയിൻ ലൈനും ഓരോ സോണുമായിട്ട് ഓരോ ബ്രാഞ്ച് വഴി കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് എന്താണോ ആവശ്യം, സോൺ 1 ഹീറ്റ് ചെയ്യോ അല്ലെങ്കിൽ സോൺ 2 ഹീറ്റ് ചെയ്യോ അല്ലെങ്കിൽ കൂൾ ചെയ്യോ എന്താണോ ആവശ്യം അതനുസരിച്ചുകൊണ്ട് ഹീറ്റിംഗ് കോയിലും കൂളിംഗ് കോയിലും വർക്ക് ചെയ്തു. ഉദാഹരണം, നമുക്ക് 2 സോണുകളും കൂൾ ചെയ്യണം, അതാണ് ഉദ്ദേശമെങ്കിൽ അവിടെ കൂളിംഗ് കോയിൽ ആക്റ്റീവ് ആകും. ഇനി 2 സോണുകളും ഹീറ്റ് ചെയ്യണമെങ്കിൽ ഹീറ്റിംഗ് കോയിൽ ആക്റ്റീവ് ആകും. അപ്പോൾ കൂളിംഗ് കോയിലും ഹീറ്റിംഗ് കോയിലും എന്താണ് ചെയ്യുന്നത്? വാട്ടറിനെ കൂൾ ചെയ്യുന്നു അല്ലെങ്കിൽ വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ കോൾഡ് വാട്ടർ ഓർ ഹോട്ട് വാട്ടർ ആയിരിക്കും പമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓരോ സോണിലേക്ക് സപ്ലൈ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ സമയം നമുക്ക് ഒന്നെങ്കിൽ കൂളിംഗ് അല്ലെങ്കിൽ ഹീറ്റിംഗ് അത് മാത്രമേ നടക്കൂ. രണ്ടും കൂടെ പോസിബിൾ അല്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ വാട്ടർ കൂൾ ചെയ്തു അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തു, ദെൻ അത് ഈ വാട്ടർ ലൈനിൽ കൂടെ സപ്ലൈ ചെയ്യുന്നു, ഓരോ സോണിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഈ ഓരോ സോണിൻ്റെയും ലോഡ് റിക്വയർമെൻറ്റ് എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫ്ലോ റേറ്റ് വേരി ചെയ്യുന്നു. അപ്പോൾ ഈ സോൺ 1 നമുക്ക് വളരെ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കോൾഡ് വാട്ടർ സോൺ 1ലേക്ക് ഫ്ലോ ചെയ്യുന്നതിൻ്റെ എമൗണ്ട് കൂട്ടണം. അങ്ങനെ കൂട്ടണമെങ്കിൽ ഫ്ലോ കൺട്രോൾ വാൽവാണ് ആ ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഫ്ലോ കൺട്രോൾ വാൽവിനെ ആര് കൺട്രോൾ ചെയ്യുന്നു? ഓരോ സോണിലെയും സോൺ തെർമോസ്റ്റാറ്റ് കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഈ സോണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ടെമ്പറേച്ചർ ഇതാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സോൺ തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുന്നു. ആ സോൺ തെർമോസ്റ്റാറ്റ് ഫ്ലോ കൺട്രോൾ വാൽവിനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് ആ വാട്ടറിൻ്റെ ഫ്ലോ റേറ്റ് വേരി ചെയ്യുന്നു. ഇപ്പോൾ സോൺ 1ന് എന്തുമാത്രം ലോഡ് റിക്വയർമെൻ്റ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ റേറ്റ് ആ സോണിലേക്ക് വരാൻ വേണ്ടി സോൺ തെർമോസ്റ്റാറ്റ് ഫ്ലോ കൺട്രോൾ വാൽവിനെ കൺട്രോൾ ചെയ്യുന്നു. ഇപ്പോൾ സോൺ 1ഉം സോൺ 2 നമ്മൾ നോക്കുന്നു. നമ്മളിപ്പോൾ 2 സോണുകൾ നമുക്ക് കൂൾ ചെയ്യണം. സോൺ 1 ആണ് വളരെ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സോൺ 2 കുറച്ചും കൂടെ ഹൈ ടെമ്പറേച്ചറിലാണെങ്കിൽ സോൺ 1ലേക്ക് സപ്ലൈ ചെയ്യേണ്ട ആ വെള്ളത്തിൻ്റെ എമൗണ്ട്, കോൾഡ് വാട്ടറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇതുപോലെ തന്നെയാണ് ഹീറ്റിങ്ങിലും ഹീറ്റിംഗ് കോയിൽ ഉപയോഗിച്ചുകൊണ്ട് വാട്ടറിനെ ഹീറ്റ് ചെയ്ത് ഓരോ സോണിലേക്കും സപ്ലൈ ചെയ്തു. ഓരോ സോണിൻ്റെയും റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ച് നമ്മൾ ഫ്ലോ വേരി ചെയ്തുകൊണ്ട് ഓരോ സോണിലേക്കും സപ്ലൈ ചെയ്യുന്നു. ദെൻ ആ ഓരോ സോണിൽ നിന്നും റിട്ടേൺ വരുന്ന വാട്ടറിനെ നമ്മളൊരു റിട്ടേൺ വാട്ടർ ലൈൻ വഴി എഗെയിൻ ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ കൂളിംഗ് കോയിലിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇതാണ് 2 പൈപ്പ് ഓൾ വാട്ടർ സിസ്റ്റം. അപ്പോൾ ഇവിടെ ഓൾ വാട്ടർ എന്ന് പറയാൻ കാരണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഓരോ സോണിനെയും കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ സോണിൻ്റെയും ലോഡ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നത് വാട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ്. നേരത്തെ ഓൾ എയർ സിസ്റ്റത്തിൽ നമ്മൾ എയർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ കൂളിംഗ് അല്ലെങ്കിൽ ഹീറ്റിംഗ് രണ്ടും ഒരേ സമയം നടക്കില്ല. കൂളിംഗ് കോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹീറ്റിംഗ് കോയിൽ ഓഫ് ആയിരിക്കും, ഹീറ്റിംഗ് കോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂളിംഗ് കോയിൽ ഓഫ് ആയിരിക്കും. ദെൻ നമുക്കിവിടെ 2 പൈപ്പ് സിസ്റ്റം എന്ന് പറയാൻ കാരണം നമുക്ക് 2 പൈപ്പുണ്ട്. 1 ഫോർ സപ്ലൈ ഓഫ് കോൾഡ് ഓർ ഹോട്ട് വാട്ടർ ടു ദ കണ്ടീഷൻ സ്പേസ് ആൻഡ് അതർ ഫോർ ദ റിട്ടേൺ വാട്ടർ. അപ്പോൾ ഈ ഒരു സപ്ലൈ, ഇതാണ് സപ്ലൈ ലൈൻ, ഇതാണ് റിട്ടേൺ ലൈൻ. അപ്പോൾ ഈ 2 പൈപ്പുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതിലിത് സപ്ലൈ ലൈൻ വഴി കോൾഡ് അല്ലെങ്കിൽ ഹോട്ട് വാട്ടറിനെ നമ്മൾ ഓരോ സോണിലേക്ക് സപ്ലൈ ചെയ്തു. ദെൻ റിട്ടേൺ പൈപ്പ് വഴി സോണിൽ നിന്ന് വരുന്ന വാട്ടറിനെ തിരിച്ച് ഹീറ്റിംഗ് അല്ലെങ്കിൽ കൂളിംഗ് കോയിലിലേക്ക് സപ്ലൈ ചെയ്തു. ആസ് ദ സപ്ലൈ വാട്ടർ ഫ്ലോസ് ത്രൂ ദ കണ്ടീഷൻ സ്പേസ് required heat transfer between the water and condition space takes place.
ആൻഡ് ദ റിട്ടേൺ വാട്ടർ ഫ്ലോസ് ബാക്ക് ടു ദ കൂളിംഗ് ഓർ ഹീറ്റിംഗ് കോയിൽ. അപ്പോൾ ഇത്തരത്തിൽ വാട്ടർ നമുക്ക് ആ സോണിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. സോണിലെ എയറും കോയിലിനകത്തുള്ള വാട്ടറുമായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. ഇപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് കോൾഡ് വാട്ടർ ആണെങ്കിൽ കോൾഡ് വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഹോട്ട് വാട്ടർ ആണെങ്കിൽ ഹോട്ട് വാട്ടറിൽ നിന്ന് ഹീറ്റ് ആ സോണിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. Then a flow control valve controls the flow rate of hot or cold water to the conditioned space and thereby meets the required building heating or cooling load. അപ്പോൾ ആ ഓരോ സോണിൻ്റെയും ലോഡ്, അത് കൂളിംഗ് ലോഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹീറ്റിംഗ് ലോഡ് ആയിക്കോട്ടെ, അത് മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഓരോ സോണിലേക്കും സപ്ലൈ ചെയ്യുന്ന വാട്ടറിൻ്റെ ഫ്ലോ റേറ്റ് വേരി ചെയ്തുകൊണ്ടായിരിക്കും. അതിന് ഫ്ലോ കൺട്രോൾ വാൽവ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഫ്ലോ റേറ്റ് വേരി ചെയ്യുന്നത്. ഫ്ലോ കൺട്രോൾ വാൽവിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സോൺ തെർമോസ്റ്റാറ്റ്. ഓരോ സോണിലുമുള്ള തെർമോസ്റ്റാറ്റ്. എ ഫ്ലോ കൺട്രോൾ വാൽവ് ഈസ് കൺട്രോൾഡ് ബൈ ദ സോൺ തെർമോസ്റ്റാറ്റ്. ഇനി അടുത്തതാണ് 4 പൈപ്പ് സിസ്റ്റം. നമുക്ക് നോക്കാം. എ 4 പൈപ്പ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 സപ്ലൈ പൈപ്പ് ലൈൻസ്, 1 ഫോർ കോൾഡ് വാട്ടർ ആൻഡ് 1 ഫോർ ഹോട്ട് വാട്ടർ ആൻഡ് 2 റിട്ടേൺ വാട്ടർ പൈപ്പ് ലൈൻസ്. ഇവിടെ ടോട്ടൽ 4 പൈപ്പുണ്ട്. അതിൽ ആദ്യത്തെ ഒരു പൈപ്പ് കോൾഡ് വാട്ടർ സപ്ലൈ ചെയ്യാനും അടുത്തൊരു പൈപ്പ് ഹോട്ട് വാട്ടർ സപ്ലൈ ചെയ്യാനുമാണ്. ബാക്കി 2 പൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് എഗെയിൻ റിട്ടേൺ വാട്ടർ അല്ലെങ്കിൽ ഓരോ സോണിൽ നിന്നും വരുന്ന റിട്ടേൺ വാട്ടർ കടന്നു പോകാനുള്ള പ്രൊവിഷനാണ്. അതിനുവേണ്ടിയുള്ള പൈപ്പ് ലൈൻസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി 2 ഡക്റ്റ് ഓൾ എയർ സിസ്റ്റം പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഹോട്ട് എയറും കോൾഡ് എയറും കൂടെ മിക്സ് ചെയ്യുന്നു. എന്നിട്ട് ആ പ്രൊപ്പോർഷൻ ഓരോ സോണിനും കറസ്പോണ്ടിങ് ആയിട്ട് വേരി ചെയ്തുകൊണ്ട് ഓരോ സോണിലേക്കും സപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ. ദ കോൾഡ് ആൻഡ് ഹോട്ട് വാട്ടർ ആർ മിക്സഡ് ഇൻ എ റിക്വയർഡ് പ്രൊപ്പോർഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സോൺ ലോഡ്. ഓരോ സോണിൻ്റെയും ലോഡ് എന്താണോ, അതിന് ഓരോ സോണിൻ്റെയും റിക്വയർമെൻറ്റ് എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ നമ്മൾ എടുക്കുന്ന കോൾഡ് വാട്ടറിൻ്റെയും ഹോട്ട് വാട്ടറിൻ്റെയും ആ പ്രൊപ്പോർഷൻ വേരി ചെയ്യും. ഇപ്പോൾ സോണിനെ നമ്മൾ തണുപ്പിക്കണമെങ്കിൽ കോൾഡ് വാട്ടറിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. സോണിനെ ഹീറ്റ് ചെയ്യണമെങ്കിൽ ഹോട്ട് വാട്ടറിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ആ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ആ സോണിൻ്റെ ലോഡ് റിക്വയർമെൻറ്റിനെ ആശ്രയിച്ചിരിക്കും. ദെൻ ആൻഡ് ദ മിക്സഡ് വാട്ടർ ഈസ് സപ്ലൈ ടു ദ കണ്ടീഷൻ സ്പേസ്. ഇത്തരത്തിൽ കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ സ്പേസിലേക്ക് അല്ലെങ്കിൽ ആ സോണിലേക്ക് സപ്ലൈ ചെയ്യുക. ദെൻ ദ റിട്ടേൺ വാട്ടർ ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2 സ്ട്രീംസ്. ഇനി അതുപോലെ തന്നെ ഓരോ സോണിൽ നിന്ന് വരുന്ന റിട്ടേൺ വാട്ടർ അത് ഒരു ലൈനിൽ കൂടെ കടന്നു പോകുന്നു. ദെൻ അത് ഡിവൈഡ് ചെയ്യുന്നു. ദ വാട്ടർ ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2 സ്ട്രീംസ്. 1 stream flows to the heating coil and the other flows to the cooling coil. Then ആ റിട്ടേൺ വരുന്ന ആ ലൈൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒന്ന് ഹീറ്റിംഗ് കോയിലിലേക്കും ഒന്ന് കൂളിംഗ് കോയിലിലേക്കും പോകുന്നു. അപ്പോൾ അതാണ് 4 പൈപ്പ് ഓൾ വാട്ടർ സിസ്റ്റം. ഇനി അടുത്തതാണ് ചിൽഡ് വാട്ടർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മളൊരു കോയിലുണ്ട്. അപ്പോൾ ആ കോയിലിൽ കൂടെ കോൾഡ് വാട്ടർ സപ്ലൈ ചെയ്യുന്നു. ദെൻ നമ്മൾ എയർ എടുക്കുന്നു. ആ എയറിനെ കണ്ടീഷൻ സ്പേസിൽ നിന്നുള്ള എയർ എടുക്കുന്നു. ആ എയറിനെ ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുന്നു. അതിനുശേഷം ഒരു ഫാൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ കോയിലിന് പുറത്തൂടെ ഫ്ലോ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ കോയിലിന് പുറത്തൂടെ എയർ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ കൂളിംഗ് സംഭവിക്കുന്നു. അങ്ങനെ അത്തരത്തിൽ കോൾഡ് ആയിട്ടുള്ള എയർ എഗെയിൻ കണ്ടീഷൻ സ്പേസിലേക്ക് പോകുന്നു. ഇതൊരു ചെറിയ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ കോൾഡ് വാട്ടറിനെ ഒരു ട്യൂബിൽ കൂടെ കടത്തി വിടുന്നു. ദെൻ നമ്മൾ റൂമിൽ നിന്ന് ഉള്ള വാം എയർ, ആ വാം എയറിനെ ആ കൂളിംഗ് കോയിലിന് പുറത്തൂടെ കടത്തിവിടുന്നു. ദെൻ അത് കോൾഡ് എയർ ആയിട്ട് തിരിച്ച് ആ കണ്ടീഷൻ സ്പേസിലേക്ക് പോകുന്നു. ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്ത് ആ റൂം നമ്മൾ ഉദ്ദേശിച്ച ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിക്കുന്നു. Then the cold water circulates through the finned tube coil while the blower draws warm air from the condition space and blows it over the cooling coil. As the air flows through the cooling coil, it is cooled and dehumidified. The cold and dehumidified air is supplied to the condition space for providing required conditions inside the condition space. ഇവിടെ നമ്മൾ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ആ ട്യൂബിനകത്തൂടെയാണ്.
അപ്പോൾ കോൾഡ് വാട്ടർ ആ ട്യൂബിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നു, ആ ട്യൂബിന് പുറത്തൂടെ എയർ ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ ആ എയർ കൂളിങ്ങും അതോടൊപ്പം തന്നെ ഡീഹ്യൂമിഡിഫിക്കേഷനും സംഭവിക്കുന്നു. ദെൻ അതിനുശേഷം കണ്ടീഷൻ സ്പേസിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ദെൻ ഇതൊരു ചെറിയ അറേഞ്ച്മെൻ്റ് ആണ്. നമുക്ക് ഒരു റൂമിൽ ഫിറ്റ് ചെയ്യാവുന്ന ടൈപ്പ് ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ടൈപ്പ് ചെറിയതാണ്. അതുകൊണ്ടാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് വിൻഡോ മൗണ്ടഡ് ആണ് അല്ലെങ്കിൽ സീൽ മൗണ്ടഡ് ആണ്. ദെൻ നമുക്കിതിൻ്റെ കപ്പാസിറ്റി, കൂളിംഗ് എത്ര വേണം എന്നുള്ള കപ്പാസിറ്റി വേരി ചെയ്യുന്നത്. The capacity of the unit can be controlled either by controlling the cold water flow rate or by controlling air flow rate. നമുക്ക് കോൾഡ് വാട്ടർ എത്ര ഫ്ലോ ചെയ്യണം എന്നാൽ അതിൻ്റെ ഫ്ലോ റേറ്റ്, അല്ലെങ്കിൽ എയർ ഫ്ലോ ചെയ്യുന്ന ഫ്ലോ റേറ്റ്, അല്ലെങ്കിൽ രണ്ടിൻ്റെയും ഫ്ലോ റേറ്റ് നമുക്ക് വേരി ചെയ്തുകൊണ്ട് നമുക്ക് ആ കണ്ടീഷൻ സ്പേസ് അത് എത്ര ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാം. ഇനി അടുത്ത സിസ്റ്റമാണ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. നമ്മുടെ അടുത്ത എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. അതായത് നമ്മൾ ഓൾ എയർ സിസ്റ്റം പഠിച്ചു, ഓൾ വാട്ടർ സിസ്റ്റം പഠിച്ചു, അത് കഴിഞ്ഞ് റൂമിൽ ഉപയോഗിക്കാവുന്ന ചെറിയൊരു അറേഞ്ച്മെൻറ്റ് പഠിച്ചു. ഇതിന് അടുത്തതാണ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. അതായത് ഈ പേര് പോലെ തന്നെ എയറും അതോടൊപ്പം തന്നെ വാട്ടറും റൂമിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഓൾ എയർ സിസ്റ്റത്തിൻ്റെയും ഓൾ വാട്ടർ സിസ്റ്റത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടീഷൻ ചെയ്തെടുക്കേണ്ട ഒരു സ്പേസ്. ഓക്കെ, ദെൻ നമ്മൾ പ്രൈമറി എയർ ഉണ്ട്, എയറിനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നു. ആ പ്രൈമറി എയറിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി ഒരു പ്ലാന്റ് ഉണ്ടാകും. ദെൻ കണ്ടീഷൻ ചെയ്തെടുക്കുന്നു. അതിനുശേഷം ആ പ്രൈമറി എയറിനെ ഫാൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അതായത് ഓൾ എയർ സിസ്റ്റത്തിൽ നമ്മൾ കണ്ടീഷൻ എയറിനെ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എയറിനെ കണ്ടീഷൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിലൊക്കെ ഉണ്ടാകും. ദെൻ ആ പ്രൈമറി എയറിനെ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ആ റൂമിൽ നിന്ന് നമ്മൾ റിട്ടേൺ എയർ എടുക്കുന്നു. ആ റിട്ടേൺ എയറിനെ അഗെയിൻ ആ പ്ലാന്റിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഓൾ എയർ സിസ്റ്റത്തിൽ നമ്മൾ കണ്ട ഒരു അറേഞ്ച്മെൻറ്റ്. ഇനി അതുപോലെ തന്നെ ഓൾ വാട്ടർ സിസ്റ്റത്തിൽ എന്തായിരുന്നു, നമ്മൾ റൂമിലേക്ക് ഡയറക്റ്റ് വാട്ടർ, കോൾഡ് വാട്ടർ ഓർ ഹോട്ട് വാട്ടർ സപ്ലൈ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ അതിനെ സെക്കൻഡറി വാട്ടർ എന്ന് വിളിക്കും. ആ സെക്കൻഡറി വാട്ടർ നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ദെൻ റിട്ടേൺ വരുന്ന വാട്ടർ എഗെയിൻ തിരിച്ച് നമ്മൾ ആ പ്ലാന്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കോൾഡ് വാട്ടറാണ് വേണ്ടതെങ്കിൽ ഇവിടെ കൂളിംഗ് കോയിലൊക്കെ ഉണ്ടാകും. അത്തരത്തിൽ കൂൾ ചെയ്ത വാട്ടർ ആയിരിക്കും നമുക്ക് പ്ലാന്റിൽ നിന്ന് വരുന്നത്. ഇനി ഹോട്ട് വാട്ടർ ആണെങ്കിൽ ഹോട്ട് വാട്ടർ. എനിവേ ഇതാണ് റിട്ടേൺ ലൈൻ, റൂമിൽ നിന്ന് വരുന്ന റിട്ടേൺ വാട്ടർ ലൈനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഓൾ വാട്ടർ സിസ്റ്റത്തിൽ നമ്മൾ കണ്ടുപോലെ റൂമിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾ എയർ സിസ്റ്റത്തിൽ നമ്മൾ കണ്ടതും ഈ കാണുന്ന അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾ വാട്ടർ സിസ്റ്റത്തിൽ കണ്ട ഒരു അറേഞ്ച്മെൻറ്റാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രൈമറി എയർ മൂലം ഈ റൂമിലേക്ക് ഫ്ലോ ചെയ്യുന്നു. അതോടൊപ്പം റൂമിനകത്ത് നമ്മൾ വാട്ടറും ഫ്ലോ ചെയ്യിക്കുന്നു. ഇനി നമുക്ക് വായിക്കാം. ഇൻ എയർ വാട്ടർ സിസ്റ്റം ബോത്ത് എയർ ആൻഡ് വാട്ടർ ആർ യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് റിക്വയർഡ് കണ്ടീഷൻസ് ഇൻ ദ കണ്ടീഷൻ സ്പേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൈമറി എയറും അതോടൊപ്പം തന്നെ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന വാട്ടറുമാണ് ഒരുമിച്ചാണ് ആ റൂമിൻ്റെ കണ്ടീഷൻ സെറ്റ് ചെയ്യുന്നതിന് കാരണക്കാരാവുക. ദ എയർ ആൻഡ് വാട്ടർ ആർ കൂൾഡ് ഓർ ഹീറ്റഡ് ഇൻ എ സെൻട്രൽ പ്ലാന്റ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു റൂം കൂൾ ചെയ്യുകയാണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു കൂളിംഗ് കോയിൽ വെച്ചുകൊണ്ട് വാട്ടറിനെ കൂൾ ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ ഒരു കൂളിംഗ് കോയിൽ വെച്ചുകൊണ്ട് എയറിനെ കൂൾ ചെയ്യും. ഇനി ഹീറ്റിംഗ് ആണ് ആവശ്യമെങ്കിൽ ഒരു ഹീറ്റിംഗ് കോയിൽ വെച്ചുകൊണ്ട് വാട്ടറിനെ ഹീറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഹീറ്റിംഗ് കോയിൽ വെച്ചുകൊണ്ട് എയറിനെ ഹീറ്റ് ചെയ്യും, ഹ്യൂമിഡിഫൈ ചെയ്യും. ഇത് അത്തരത്തിൽ പ്രൈമറി എയറും സെക്കൻഡറി വാട്ടറും കൂടെയാണ് റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ഈ റൂമിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി. ദ എയർ സപ്ലൈഡ് ടു ദ കണ്ടീഷൻ സ്പേസ് ഫ്രം ദ സെൻട്രൽ പ്ലാന്റ് ഈസ് കോൾഡ് പ്രൈമറി എയർ. അപ്പോൾ നമ്മൾ കണ്ടീഷൻ ചെയ്ത കോൾഡ് അല്ലെങ്കിൽ ഹോട്ട് എയർ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ പ്രൈമറി എയർ എന്ന് വിളിക്കുന്നത്. വൈൽ ദ വാട്ടർ സപ്ലൈഡ് ഫ്രം ദ പ്ലാന്റ് ഈസ് കോൾഡ് സെക്കൻഡറി എയർ. അപ്പോൾ ഈ പ്ലാന്റിൽ നിന്ന് നമ്മൾ സപ്ലൈ ചെയ്യുന്ന വാട്ടറിനെ സെക്കൻഡറി വാട്ടർ എന്നും എയറിനെ പ്രൈമറി എയർ എന്നും വിളിക്കുന്നു. ഇനി എന്താണ്? ദ പ്രൈമറി എയർ സപ്ലൈഡ് ഇൻഡ്യൂസസ് ഫ്ലോ ഓഫ് സെക്കൻഡറി എയർ ഫ്രം ദ കണ്ടീഷൻ സ്പേസ്. അപ്പോൾ പ്രൈമറി എയർ ആ റൂമിലേക്ക് വന്ന് വീഴുമ്പോൾ
അവിടെ ഒരു സെക്കൻഡറി എയറിന് ഉണ്ടാകുന്നതിന് കാരണമാകും. എങ്ങനെ നമുക്ക് നോക്കാം. ദ സെക്കൻഡറി എയർ ഈസ് സെൻസിബിളി കൂൾഡ് ഓർ ഹീറ്റഡ് ആസ് ഇറ്റ് ഫ്ലോസ് ത്രൂ ദ കൂളിംഗ് ഓർ ഹീറ്റിംഗ് കോയിൽ. അപ്പോൾ ഈ പ്രൈമറി എയർ വന്ന് വീഴുമ്പോൾ, അതായത് കോൾഡ് എയർ വന്ന് വീഴുമ്പോൾ ആ റൂമിലുള്ള ഹോട്ട് എയർ മൂവ് ചെയ്യുന്നു. അത് വന്ന് കൂളിംഗ് കോയിലിലേക്ക് വന്ന് കൂളിംഗ് കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. കൂളിംഗ് കോയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ നമുക്ക് കൂളിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രൈമറി എയർ കോൾഡ് എയർ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അതുപോലെ കോൾഡ് വാട്ടർ നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ പ്രൈമറി എയർ മൂലം ഒരു സെക്കൻഡറി എയർ ക്രിയേറ്റ് ചെയ്യുന്നു. മീൻസ് ആ റൂമിൽ ഉള്ള എയർ, ഹീറ്റായിട്ടുള്ള വാം ആയിട്ടുള്ള എയർ, ആ സെക്കൻഡറി എയർ എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു? അത് ഈ കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. അതായത് ആ എയർ ഈ വാട്ടർ ഫ്ലോ ചെയ്യുന്ന കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അത് സെൻസിബിൾ കൂളിങ്ങോ സെൻസിബിൾ ഹീറ്റിങ്ങോ സംഭവിക്കും. അതായത് നമുക്ക് റൂം കൂൾ ചെയ്യുവാണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന കോൾഡ് വാട്ടർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആ കോൾഡ് വാട്ടർ ഫ്ലോ ചെയ്യുന്ന കോയിലിന് പുറത്തൂടെ നമ്മുടെ സെക്കൻഡറി എയർ ഫ്ലോ ചെയ്യുമ്പോൾ അത് സെൻസിബിൾ കൂളിംഗ് ആയിരിക്കും. ഇനി റൂമിനെ ഹീറ്റ് ചെയ്യാൻ ഉദ്ദേശമെങ്കിൽ നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ഹോട്ട് വാട്ടർ ആയിരിക്കും. സോ ആ ഹോട്ട് വാട്ടർ ഫ്ലോ ചെയ്യുന്ന പൈപ്പിൽ കൂടെ സെക്കൻഡറി എയർ ഫ്ലോ ചെയ്യുമ്പോൾ സെക്കൻഡറി എയർ ഹീറ്റ് ചെയ്യും. അപ്പോൾ എനിവേ ഈ സെക്കൻഡറി എയറിന് ഹീറ്റിംഗ് ആകാം, കൂളിംഗ് ആകാം, ഡിപ്പെൻസ്. അതായത് നമ്മൾ റൂം ഏത് രീതിയിലാണോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ദ സെക്കൻഡറി എയർ എന്ത് ചെയ്യും? ദ സെക്കൻഡറി എയർ ഈസ് സെൻസിബിളി കൂൾഡ് ഓർ ഹീറ്റഡ് ആസ് ഇറ്റ് ഫ്ലോസ് ത്രൂ ദ കൂളിംഗ് ഓർ ഹീറ്റിംഗ് കോയിൽ. അപ്പോൾ നമ്മൾ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ആ കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ സെക്കൻഡറി എയർ ഒന്നുകിൽ ഹീറ്റാകും അല്ലെങ്കിൽ കൂളാകും. എന്നിട്ട് ഇനി എന്താ സംഭവിക്കുന്നത്? ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി എയർ, ഈ പ്രൈമറി നമ്മൾ സപ്ലൈ ചെയ്ത പ്രൈമറി എയറും കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന സെക്കൻഡറി എയറും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നു. ആർ മിക്സഡ് ആൻഡ് സപ്ലൈ ടു ദ കണ്ടീഷൻ സ്പേസ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രൈമറി എയറും സെക്കൻഡറി എയറും മിക്സ് ചെയ്തിട്ട് പ്രൈമറി പ്ലസ് സെക്കൻഡറി എയർ ആയിരിക്കും നമ്മുടെ റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ റൂമിനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റം, അത് നമ്മൾ മോഡ്യൂൾ 5 ഡിസ്കസ് ചെയ്തായിരുന്നു. അതൊന്നുകൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. താങ്ക് യു.